ഒരു പെൺകുട്ടിയെ മൈനറായ കുട്ടിയെ റേപ്പ് ചെയ്തതിന് 136 വർഷത്തെ തടവ് ശിക്ഷ. ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ആ വിധി പ്രസ്താവിച്ചത്. ജഡ്ജി റോഷൻ തോമസിന്റെ വിധിയാണിത്. 2023 ഈ സംഭവം. അത് മെയ് 31 ഈ പെൺകുട്ടി സിനിമാ മോഹവുമായിട്ട് തിടനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു വീട്ടിലെ ഗസ്റ്റായിട്ട് താമസിക്കുകയാണ്. മൈനറാണ്, 18 വയസ്സായില്ലാത്ത കുട്ടി. അതിനടുത്ത് അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. അതുമായ മോഹമായിട്ട് അവിടെ ഒന്ന് താമസമായി. സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട MK റിജി മടുക്കക്കുഴി കടയനിക്കാട് എന്ന വ്യക്തി 52 വയസ്സുണ്ട്. അയാൾ ഈ കുട്ടിയെ അയാളുടെ ആ പെൺകുട്ടി ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീട്ടിലെത്തി അവിടെ വെച്ച് റേപ്പ് ചെയ്തു. അത് പോലീസിൽ പരാതിപ്പെട്ടു. അവിടുത്തെ അന്നത്തെ SHO ആയിരുന്ന PG രാജേഷ് അയാള് MK റിജിയെ അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ പരിശോധന നടത്തി. കുട്ടിയുടെ മൊഴിയെടുത്താണ് കേസെടുത്തത്. മൈനർ കുട്ടിയാണ്. ഏതായാലും ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്കിലെ ആ കേസ് 2021 കേസ് 2025 ഇപ്പോൾ അത് വിധിയായി എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് ആ കേസിന്റെ ട്രയൽ മുന്നോട്ട് പോയി. ഏതായാലും PG രാജേഷിനെ അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല. പക്ഷെ ആ പോക്സോ കേസിനകത്ത് വിവിധ രീതിയിലുള്ള റേപ്പാണ്, പല പല കാര്യങ്ങൾ അതിനകത്ത് അധിഷ്ഠിതമായതുകൊണ്ട് പല സെക്ഷനും അട്രാക്ട് ചെയ്തപ്പോഴാണ് 136 വർഷത്തെ ശിക്ഷ വിധിക്കേണ്ടി വന്നത്. പെൺകുട്ടി സിനിമാ മോഹമായിട്ട് കുറെ നാളുകളായി അവിടെ വന്ന് ഒരു വീടിന്റെ ഗസ്റ്റ് റൂമില് താമസവുമാണ്. ഏതായാലും റിജി എന്ന് പറഞ്ഞ മടുക്കക്കുഴിയിൽ അയാൾക്ക് 52 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ആ കേസിന്റെ ട്രയൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്തു. കാരണം വിധി വളരെ 1.5 വർഷം കൊണ്ട് തന്നെ വരികയും ചെയ്തു. 136 വർഷത്തിനോടൊപ്പം തന്നെ ശിക്ഷയായിട്ട് 1,97,050 രൂപയും കൂടെ അടയ്ക്കണം. അത് പെൺകുട്ടിക്ക് കൊടുക്കേണ്ടി വരും. ഈരാറ്റുപേട്ട സ്പെഷ്യൽ ജഡ്ജിന്റെ ഈ വിധി കേരളത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം ജഡ്ജി റോഷൻ തോമസ് ഓരോ ഒഫൻസിനുമാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. മൈനറാണ്. കുട്ടിയുടെ ഓരോ ദേഹത്ത് തൊടുന്ന ഓരോ ഭാഗത്തിന്റെ അനുസരിച്ചുള്ള ശിക്ഷകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 136 വർഷത്തെ ശിക്ഷ. ഇത് സിമ്പിൾ ഇംപ്രസ്മെന്റ് അല്ല, റിഗറസ് ഇംപ്രഷൻ ആണ്, കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ആൾക്കാർക്ക് ഒരു പാഠമാകണം. കാരണം മൈനർ കുട്ടികളെ റേപ്പ് ചെയ്യുകയോ അതുപോലെ സെക്ഷൽ ആക്ടിവിറ്റീസ് വിധേയമാക്കുകയോ ചെയ്താൽ കഠിനമായ ശിക്ഷയാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ ഈരാറ്റുപേട്ട സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നടന്നത്. അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അതിനെ ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ചിരുന്നു. ജോസ് മാത്യു തയ്യിൽ എന്ന അഡ്വക്കേറ്റ് ആയിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അദ്ദേഹം ഓരോ എവിഡൻസുകളും കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര കഠിനമായ ഒരു ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞത്. ഒരു എവിഡൻസ് നശിച്ചില്ല. PG രാജേഷ് എന്ന SHOയുടെ കുറ്റച്ചാർജ് അതേപടി കോടതിക്ക് ബോധ്യപ്പെട്ടു. മൈനറായ കുട്ടിയാണെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ വീടിൽ, ആ കുട്ടി താമസിക്കുന്ന മുറിയിൽ വെച്ച് തന്നെയാണ് ആ റേപ്പ് നടന്നത്. അത് തിടനാട് പോലീസാണ് ആ കേസ് ചാർജ് ഷീറ്റ് കൊടുത്തത്. എന്തായാലും ഇത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരു പാഠമാണ്. മൈനർ കുട്ടികളെ പല സിനിമാ ഫീൽഡിലും പല മൈനർ അല്ലാത്തവരെയൊക്കെ പീഡിപ്പിച്ച ധാരാളം കേസുകൾ സിനിമാ നടന്മാരുടെ പേരിലും പ്രൊഡ്യൂസർമാരുടെ പേരിലും അത് ടെക്നിക്കൽ അസിസ്റ്റൻസിന്റെ പേരിലൊക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഏമ കമ്മീഷന് ശേഷം ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സീനിയർ സിനിമാ നടന്മാരും പലരും കേസിനകത്ത് പ്രതിയായി അവർ കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇതുപോലെയുള്ള ശിക്ഷകളെയും അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം.